ഇറാനും താജിക്കിസ്ഥാനും പുറമെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് അവയവക്കടത്ത് സംഘം ദാതാക്കളെ അയച്ചതായി സംശയം. കേരളത്തിലെ അവയവ കച്ചവട റാക്കറ്റിൽ കൂടുതൽ കണ്ണികളെന്നും സൂചനയുണ്ട്. മുഖ്യപ്രതി മധു ജയകുമാറിൻ്റെ മൊഴിയിൽ അന്വേഷണം മറ്റ് കേന്ദ്രങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ് NIA. ഈ വർഷമായിരുന്നു ഒഡീഷയിൽ നിന്ന് 2 പേരെ താജിക്കിസ്ഥാനിലേക്ക് എത്തിച്ചത്. നേരത്തെ ഇറാനിലേക്കുള്ള മനുഷ്യക്കടത്തിന്റെ വിവരങ്ങൾ മാത്രമായിരുന്നു പുറത്തുവന്നത്. മുഖ്യകണ്ണി മധു ജയകുമാറിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴായിരുന്നു ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷവും അവയവങ്ങൾ എടുക്കാനായി ദാതാക്കളെ താജിക്കിസ്ഥാനിലേക്ക് കൊണ്ടുപോയതായി വ്യക്തമായത്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മധുവിനെ വീണ്ടും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിരുന്നു. അവയവ കച്ചവടത്തിലൂടെ ലഭിച്ച പണം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിനായിരുന്നു മധു ജയകുമാറിനെ വീണ്ടും NIA കസ്റ്റഡിയിൽ വാങ്ങിയത്. കേരളത്തിലെ കൂടുതൽ കണ്ണികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ബിറ്റ്കോയിനുകളാക്കിയും ഭൂമിയിൽ നിക്ഷേപിച്ചുമെല്ലാമാണ് മധു തട്ടിയെടുത്ത പണം വിനിയോഗിച്ചത്. താൻ ഉൾപ്പെട്ട മനുഷ്യക്കടത്തുകൾ, ഇരകൾ എന്നിവ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മധു ചോദ്യം ചെയ്യലിനിടെ വെളിപ്പെടുത്തിയിരുന്നു. ഒഡീഷയിൽ നിന്ന് താജിക്കിസ്ഥാനിലേക്ക് എത്തിച്ച 2 ദാതാക്കളെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് NIA. ഇവരെ കണ്ടെത്തി മൊഴിയെടുക്കും. മറ്റ് നിരവധി ദാതാക്കളെയും സ്വീകർത്താക്കളെയും NIA കണ്ടെത്തിയിരുന്നു. ജനം, കൊച്ചി.